Okay, today we are going to discuss about similarities of pseudo halogens and halogens. അതിൽ 7th point ആണ് നമുക്കിനി പറയാനുള്ളത്. Halogen just as halogens forms monobasic hydracids HX, pseudo halogens also form monobasic hydracids hydrohalic acid except HF are strong acids while hydrates of pseudo halogens are weak acids. അപ്പോൾ മോണോബേസിക് ഹൈഡ്രാസിഡ്സ് എന്ന് പറഞ്ഞാൽ HX ആണ്. അപ്പോൾ ഹാലജൻസിൻ്റെ ഹൈഡ്രാസിഡ്സും സ്യൂഡോ ഹാലജൻസിൻ്റെ ഹൈഡ്രാസിഡ്സും സ്ട്രോങ് ആസിഡ്സ് ആണ് എക്സെപ്റ്റ് HF. വൈൽ ഹൈഡ്രേറ്റ്സ് ഓഫ് സ്യൂഡോ ഹാലജൻസ്, ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് സ്യൂഡോ ഹാലജൻസിൻ്റെ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആണ്. അതിന് എക്സാമ്പിളാണ് HCl. അതുപോലെ 8th പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് ക്ലോറൈഡ്സ് ബ്രോമൈഡ്സ് ആൻഡ് അയോഡൈഡ്സ് ഓഫ് AG HG ആൻഡ് ലെഡ് ഓക്കെ PB, അതിൻ്റെയൊക്കെ അയോഡൈഡ്സ് ക്ലോറൈഡ്സ് ബ്രോമൈഡ്സ് എല്ലാം വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. അതുപോലെ തന്നെ സ്യൂഡോ ഹാലൈഡ്സ് ആൾസോ ഓഫ് ദി സെയിം ഹെവി മെറ്റൽസ് AgCN PbCN ട്വൈസ് Hg2CN ട്വൈസ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. അപ്പോൾ രണ്ടും ഇൻസോല്യൂബിൾ ആണ്. ബ്രോമൈഡ്സ് ക്ലോറൈഡ്സ് അയോഡൈഡ്സ് ലെഡിൻ്റെയും അതുപോലെ സിൽവറിൻ്റെയും മെർക്കുറിൻ്റെയും ഒക്കെ ഈ ഹാലൈഡ്സ് ഈ സോൾട്സൊക്കെ ഇൻസോല്യൂബിൾ ആണ് വാട്ടറിൽ. അതുപോലെ തന്നെയാണ് സ്യൂഡോ ഹാലൈഡ്സിൻ്റെ സോൾട്സും ഇൻസോല്യൂബിൾ ആണ്. സ്യൂഡോ ഹാലൈഡ്സ് ഫോം 9th പോയിന്റാണ്. സ്യൂഡോ ഹാലൈഡ്സ് ഫോം സെവറൽ കോംപ്ലക്സസ് സിമിലർ ടു ദി ഹാലൈഡ് കോംപ്ലക്സസ്. അപ്പോൾ ഹാലൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് പോലെ സ്യൂഡോ ഹാലൈഡ്സും കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് HgI4 2-, അതുപോലെ സ്യൂഡോ ഹാലൈഡ് HgCN4 2-, FeF6 3-, അതുപോലെ തന്നെ സ്യൂഡോ ഹാലൈഡാണ് FeCN6 3-. ഓക്കെ, ഇനി അതിൻ്റെ ഡിസിമിലാരിറ്റീസ് ആണ്. സ്യൂഡോ ഹാലജൻസ് ലൈക്ക് സയനജൻ തയോസയനജൻ എക്സെട്ര ഹാവ് ടെൻഡൻസി ടു പോളിമറൈസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ബട്ട് ഹാലജൻ പൊസസ് നോ സച്ച് ടെൻഡൻസി. അപ്പോൾ സ്യൂഡോ ഹാലജൻസ് പോളിമറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, ഹാലജൻസ് പോളിമറൈസ് ചെയ്യുന്നില്ല. Second point, the hydracids of pseudo halogens are weak acid and hydracids of halogens are strong acid except HF. Pseudo halogens hydracids എന്ന് പറഞ്ഞാൽ weak ആണ്, അതുപോലെ ഹാലജൻസിൻ്റെ ഹൈഡ്രാസിഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആണ്. Third point, pseudo halide ions can act as ambidentate ligand but halide ions cannot. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സ്യൂഡോ ഹാലൈഡ്. എന്താണ് ആംബിഡെൻറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 2 or more ഡോണർ ആറ്റ് ഉണ്ടാവും. അപ്പോൾ ഹാലൈഡ് അയോൺ ആംബിഡെൻറ്റേറ്റ് ലിഗാൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ഇനി 4th എന്ന് പറയുന്നത് ഡ്യൂ ടു എബിലിറ്റി ടു ഇൻകോപ്പറേറ്റ് മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് ത്രൂ പൈ ഇൻട്രാക്ഷൻ ദ സ്യൂഡോ ഹാലൈഡ് അയോൺസ് CN- ആർ സ്ട്രോങ് ലിഗാൻസ് ഈൽഡ് ലോ സ്പിൻ കോംപ്ലക്സസ്. അപ്പം നമ്മൾ ബാക്ക് ബോണ്ടിങ് മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് വന്നിട്ട് അവിടെ പൈ ഇൻട്രാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ സ്യൂഡോ ഹാലൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈൽഡ് ലോ സ്പിൻ കോംപ്ലക്സസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്യൂഡോ ഹാലൈഡ് അയോൺസ് ആർ സ്ട്രോങ് ലിഗാൻഡ് ആണ്, അത് ഈൽഡ് ചെയ്യുന്നത് ലോ സ്പിൻ കോംപ്ലക്സസ് ആണ്. അതുപോലെ ഹാലൈഡ് അയോൺ എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡ്സ് ആണ്, അത് ഈൽഡ് ചെയ്യുന്നത് ഹൈ സ്പിൻ കോംപ്ലക്സസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് പോളി ഹാലൈഡ് അയോൺസ് ആണ്. എന്താണ് പോളി ഹാലൈഡ് അയോൺ? Polyhalide ions are those which contain 3 or more atoms of the same halogen or different halogen. അപ്പോൾ 3 or more atoms ഉള്ള സെയിം ഹാലജൻ്റെയോ ഡിഫറെൻറ്റ് ഹാലജൻസിൻ്റെയോ അയോൺസിനെയാണ് നമ്മൾ പോളി ഹാലൈഡ് അയോൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. I-, I2 സോളിഡ് അയഡിനും കൂടെ കൂടി ചേർന്നാൽ I3- അല്ലേ. അതിന് എക്സാമ്പിൾ വേറെയുണ്ട് Cl3-, Br3-, Br4 2-, Br8 2-. ഇതൊക്കെ പോളി ഹാലൈഡ്സിന് എക്സാമ്പിളാണ്. അയഡിൻ ഫോംസ് ദി ലാർജസ്റ്റ് റേഞ്ച് ഓഫ് ഹോമോന്യൂക്ലിയർ പോളിഹാലൈഡ് അയോൺസ്. ഹോമോന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുന്നുള്ളൂ, അതിൽ അയഡിൻ മാത്രമാണ്. ഇവിടെ നോക്കാം I3-, I4-, I5-, I7-, I8 2-. ഇനി ഹെട്രോന്യൂക്ലിയർ പോളിഹാലൈഡ് അനയോൺസും കാറ്റയോൺസും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് IBr2-, IBrF-, ICl4-, I2Br3-, Brf2+, ICl2+. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുക. KBr ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് അവിടെ
പ്രിപ്പയർ ചെയ്യുന്നത് KBrഉം ICLഉം ട്രീറ്റ് ചെയ്തിട്ട് K പ്ലസ് BR ICL മൈനസ്, അതുപോലെ KFഉം BRF3യും ആയിട്ട് ട്രീറ്റ് ചെയ്താൽ K പ്ലസ് BRF4 മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള പോളി ഹാലൈഡ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രക്ചറാണ് പറയാനുള്ളത്. സ്ട്രക്ചർ ഓഫ് I3 മൈനസ്. അപ്പോൾ I3 മൈനസിൻ്റെ പ്രിപ്പറേഷനാണ് KI പ്ലസ് I2 ഗിവ്സ് K പ്ലസ് I3 മൈനസ്. അപ്പോൾ KI ആയിട്ട് I2 റിയാക്ട് ചെയ്താലും നമുക്ക് I3 മൈനസ് പറഞ്ഞാൽ ഹാലൈഡ് പോളി ഹാലൈഡ് അവിടെ ഫോം ചെയ്തു. ഇനി അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നോക്കാം. ദ സെൻട്രൽ അയഡിൻ ആറ്റം ഇൻ ദ ട്രൈ അയോഡൈഡ് അയോൺ. ട്രൈ അയോഡൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? I3 മൈനസ് അയോൺ ആണ്. ഈസ് ബോണ്ടഡ് ടു അയഡിൻ ആറ്റംസ് ആൻഡ് ക്യാരീസ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ സെൻട്രൽ അയഡിൻ ആറ്റം എന്ന് പറയുന്നത് മറ്റേ രണ്ട് അയഡിൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അത് ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ താഴെ നോക്കാം. അവിടെ ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡലാണ് അല്ലേ? ട്രയഗണൽ ബൈ പിരമിഡലാണ്. അതിൻ്റെ മോളിക്കുലാർ ജോമെട്രിയാണ് നമ്മൾ കൊടുത്ത ലീനിയർ മോളിക്കുലാർ ജോമെട്രി. അപ്പോൾ നമ്മൾ നോക്കാം, അയഡിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇറ്റ്സ് ഓൺ ആയിട്ട് 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ 2 ഇലക്ട്രോൺസ് ബൈ ഷെയറിങ്, 2 ഇലക്ട്രോൺസ് ഈ 2 അയഡിനായിട്ട് ഷെയർ ചെയ്തിട്ട് 2 ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്. ദെൻ 1 ഇലക്ട്രോൺ ഫ്രം നെഗറ്റീവ് ചാർജ്, ഈ നെഗറ്റീവ് ചാർജ് 1 ഇലക്ട്രോണും കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം എത്രയായി? 7 ഉം 2 ഉം 9 1 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ I3 മൈനസിൽ there are 3 ലോൺ പെയർസ് ആൻഡ് 2 ബോണ്ട് പെയർസ്. ഇവിടെ നോക്കാം, 3 ലോൺ പെയർസ് ഉണ്ട്, അതുപോലെ 2 ബോണ്ട് പെയർസ് ഉണ്ട്. ബോണ്ട് പെയർസ് ആണ് ഈ ആക്സിയൽ പൊസിഷനിലുള്ള ബോണ്ട് പെയർസ്. ഓക്കെ, the 3 lone pairs would occupy equatorial position. ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് 3 ലോൺ പെയർസ് ഉള്ളത്. അതുപോലെ ആക്സിയൽ പൊസിഷനിലാണ് ബോണ്ട് പെയർ ഉള്ളത്. ഇക്വറ്റോറിയൽ പൊസിഷനാണ് ഇവിടെ 1 2 3, ഈ 3 ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ലോൺ പെയർ എടുക്കുന്നത്. Then, in order to eliminate 90-degree lone pair repulsion, then 3 lone pair would occupy equatorial position in order to eliminate 90-degree lone pair repulsion. അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് 3 ഇക്വറ്റോറിയൽ പൊസിഷനിൽ കിടക്കുന്നത്, ആ 3 ലോൺ പെയർസ്. ഇനി നമുക്ക് പറയാനുള്ളത് ടു ബോണ്ട് പെയർ ഓക്യുപ്പൈ ദ ആക്സിയൽ പൊസിഷൻ. ആക്സിയൽ പൊസിഷനിലാണ് ബോണ്ട് പെയർ എടുക്കുന്നത്. സോ ദ മോളിക്കുലർ അയോൺ അക്യൂർസ് എ ലീനിയർ ഷേപ്പ് കിട്ടുന്നുണ്ട്. ദെൻ ഹിയർ സെൻട്രൽ അയഡൈഡ് I- അയോൺ 5s2 5p6 ഔട്ടർ കോൺഫിഗറേഷൻ ടു ബി ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷനിലാണ് ഈ സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോൾ 2 ആക്സിയൽ പൊസിഷനിൽ 2 ബോണ്ട് പെയറിൽ ആക്സിയൽ പൊസിഷനിലും, അതുപോലെ 3 ലോൺ പെയർ എവിടെ വരുന്നത്? ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. അപ്പോൾ ഇതിൽ മോളിക്കുലാർ ജോമെട്രി എന്ന് പറയുന്നത് ലീനിയർ ആണ്. sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഈ ICl2 മൈനസ് രണ്ടാമതാണ്. ICl2 മൈനസിൽ ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡലാണ്. ഓക്കെ, ട്രയഗണൽ ബൈ പിരമിഡലാണ്. അതിൻ്റെ മോളിക്കുലാർ ജോമെട്രി എന്താണ്? ലീനിയർ ആണ്. നേരത്തെ I3 മൈനസ് പറഞ്ഞ പോലെ തന്നെ അതിൽ 2 അയഡിന് പകരം എന്താണ് ഇവിടെ? 2 ക്ലോറിനാണ് വരുന്നത്. അതുപോലെ മൈനസ് ചാർജ് ഉണ്ട്. അതുപോലെ 7 ഇലക്ട്രോൺ ഇറ്റ്സ് ഓൺ, 7 ഇലക്ട്രോൺസ് ഇതിലുണ്ട്. അതുപോലെ 2 ഇലക്ട്രോൺസ് ബൈ ഷെയറിങ് 2 ക്ലോറിൻ ആറ്റം ആൻഡ് 1 ഇലക്ട്രോൺ ഫ്രം നെഗറ്റീവ് ചാർജ്. അപ്പോൾ മൊത്തം 10 ഇലക്ട്രോൺസ് തന്നെയാണ് ഇതിലും വരുന്നത്. The central iodine atom in ICl2 minus ion is bonded to chlorine atom. അല്ലേ, ഇതാണ് സെൻട്രൽ അയഡിൻ ആറ്റം. അത് 2 ക്ലോറിൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. There are 3 lone pairs. 3 lone pairs കാണുന്നുണ്ട്. ഓക്കെ, 3 lone pairs and 2 bond pairs. The 3 lone pairs would occupy in equatorial position. ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ലോൺ പെയർ കിടക്കുന്നത്. അതുപോലെ ബോണ്ട് പെയർ എന്ന് പറയുന്നത് ആക്സിയൽ പൊസിഷനാണ്. സെൻട്രൽ അയഡൈഡ് അയോൺ ടു ബി ഇൻ sp3d ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ICl2 മൈനസിലും. ഓക്കെ, sp3d ഹൈബ്രിഡൈസേഷനാണ്. ഇനി തേർഡ് വൺ ICl4 മൈനസ്. അതിന് ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രലാണ്. അതിന് മോളിക്കുലാർ ജോമെട്രി സ്ക്വയർ പ്ലാനാർ ജോമെട്രിയാണ്. ഇവിടെ 7 ഇലക്ട്രോൺസ്
അയഡിൻ ഉണ്ട്. അതുപോലെ 4 ഇലക്ട്രോൺസ് ബൈ ഷെയറിങ്, 4 ക്ലോറിനേറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 4 ഇലക്ട്രോൺ ഷെയറിങ്ങിൽ കിട്ടുന്നുണ്ട്. അതുപോലെ 1 ഇലക്ട്രോൺ മൈനസ് ചാർജ് എന്ന 1 ഇലക്ട്രോൺ. അപ്പോൾ എന്താണ് 12 ഇലക്ട്രോൺസ് ആണ് മൊത്തത്തിലുള്ളത് ടോട്ടലായിട്ട്. അപ്പോൾ 4 ബോണ്ട് പെയർ ഉണ്ട്, അതുപോലെ 2 ലോൺ പെയർസും. 4 ബോണ്ട് പെയർ ആണ്, 4 ക്ലോറിനാറ്റത്തായിട്ട് ബോണ്ട് പെയർ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ആക്സിയൽ പൊസിഷനിൽ 2 ലോൺ പെയറും. ഓക്കെ. The central iodine atom is bonded to 4 chlorine atom and carry negative charge. The 2 lone pair occupy axial position, 4 bond pair occupy remaining coplanar position. അപ്പോൾ 4 ലോൺ പെയർ കോപ്ലാനാർ പൊസിഷനിൽ കിടക്കുന്നുണ്ട്, 4 ക്ലോറിനാറ്റ് ആയിട്ടുള്ള ബോണ്ട് ചെയ്യുന്നത്. സോ ഇറ്റ് occurs square planar shape. The central iodide ion in sp3 D2 hybridization. The central iodide ion sp3 D2 hybridization അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കിടക്കുന്നത്. ഇനി നാലാമത്തെ ICl2+ ആണ്. ICl2+, അതിൽ പ്ലസ് ആണ്, കാറ്റയോൺ ആണ്. അപ്പോൾ സെൻട്രൽ iodine ആറ്റം എന്ന് പറയുന്നത് ബോണ്ടഡ് 2 ക്ലോറിനാറ്റായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. അസ്യൂം ടു ബി ക്യാരി പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് 1 ഇലക്ട്രോൺ ആണ്. പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ അയഡിന് 1 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് I+ ആയിട്ട് മാറും. There are 6 ഇലക്ട്രോൺസ് ഇറ്റ്സ് ഓൺ. അപ്പോൾ അയഡിന് 6 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. 6 ഇലക്ട്രോൺ ഇറ്റ്സ് ഓൺ, 2 ഇലക്ട്രോൺ ഫ്രം ഷെയറിങ് 2 ക്ലോറിൻ ആറ്റം. 2 ക്ലോറിൻ ആറ്റം ഷെയർ ചെയ്തിട്ട് അവിടെ 8 ഇലക്ട്രോൺസ് ആണ്. 6 ഇലക്ട്രോൺസും 2 ഇലക്ട്രോൺ ഷെയറിങ്ങിലും കൂടെ 8 ഇലക്ട്രോൺസ് ആണ് ഈ ICl2+ലുള്ളത്. അവിടെ 2 ബോണ്ട് പെയർ ആണ്. ക്ലോറിനാറ്റും 2 ക്ലോറിനാറ്റ് ഉണ്ട്. അപ്പോൾ 2 ക്ലോറിനാറ്റായിട്ട് 2 ബോണ്ട് പെയേഴ്സ് ആൻഡ് 2 ലോൺ പെയേഴ്സ്. ഓക്കെ, ഇവിടെ 2 നൽകുന്ന 2 ലോൺ പെയേഴ്സ് ആണ്. നെക്സ്റ്റ്, the tetrahedral electron pair geometry for ICl2+ having sp3 hybridization ആണ്. 2 of these orbitals containing an unpaired electron each overlap in a head-on fashion with 3p orbital of chlorine atom, each to form ICl sigma bond. അങ്ങനെയാണ് ICl sigma bond ഉണ്ടാവുന്നത്. Then each of the remaining 2 sp3 orbital of I contains a lone pair. അല്ലേ, അപ്പം ബാക്കിയുള്ള 2 sp3 ഓർബിറ്റൽസ് അവിടെ കിടക്കുന്നുണ്ട്. അത് ലോൺ പെയർ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യാണ്. അപ്പോൾ നമ്മളതിൽ നോക്കുക, അയഡിൻ I+ ആയിട്ട് മാറുന്നതിന് 1 ഇലക്ട്രോൺസ് ഇവിടുന്ന് ലോസ് ചെയ്യാണ്. പിയിൽ നിന്ന് 5p എന്ന 1 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് അവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറാണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ പെയർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്. അതുപോലെ മോളിക്കുലാർ ജോമെട്രി എന്ന് പറയുന്നത് ആംഗുലാർ ഓർ ബെൻ ജോമെട്രിയാണ് വരുന്നത്. അതുപോലെ ഡ്യൂ ടു ലോൺ പെയർ റിപ്പൾഷൻ ദ മോളിക്യൂൾ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് ആൻഡ് ICl ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ഫ്രം 109.5 degree to 99 degree. The ICl2+ ion thus bend or angular shape. അപ്പോൾ നമ്മൾ ലോൺ പെയർ റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് തന്നെ 109.5 ഡിഗ്രിയിൽ നിന്ന് 99 ഡിഗ്രി ആയിട്ട് അത് ഡിക്രീസ് ചെയ്യും ബോണ്ട് ആംഗിൾ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഓർ ബെൻ ഷേപ്പാണ് ICl2+. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാലജൻ ഫാമിലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനോർഗാനിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക.